ഇന്ന് നമുക്ക് ബോറൽ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സ്മോൾ ടൗണിലോട്ട് നമുക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണിത്. നല്ല ക്ലൈമറ്റും നല്ല ബ്യൂട്ടിഫുൾ വീടുകളും വഴികളും ഒക്കെയുള്ള ഒരു കുഞ്ഞ് സ്മോൾ ടൗൺ. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിന്റെ സദേൺ ഹൈലൻഡ്സിലുള്ള ഒരു സ്മോൾ ടൗൺ ആണിത്. പിന്നെ ഈ ടൗണിന് ക്രിക്കറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഫേമസ് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായ ഡോൺ ബ്രാഡ്മൻ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ട പപ്പേനെയും കൂട്ടി അമ്മയുണ്ട് കൂടെ ഞങ്ങൾ ആദ്യം പോയത് ഡോൺ ബ്രാഡ്മൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ, ക്രിക്കറ്റ് മ്യൂസിയം ആണ്. ക്രിക്കറ്റ് ഹിസ്റ്ററി തന്നെ ഏറ്റവും ഹയസ്റ്റ് ബാറ്റിംഗ് റേറ്റ് ഡോൺ ബ്രാഡ്മൻ ആണ്. 99.94 ആണ് ബ്രാഡ്മന്റെ ബാറ്റിംഗ് ആവറേജ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇന്നിംഗ്സിൽ വെറും 4 റൺസ് മതിയായിരുന്നു 100 ബാറ്റിംഗ് ആവറേജിൽ എത്തിക്കാനായിട്ട്. പക്ഷെ അന്നേരം 0 റൺസിന് ബ്രാഡ്മൻ ഔട്ടായി പോയി. അന്ന് പുള്ളി വിഷമിച്ചിരുന്ന ഡ്രസ്സിംഗ് റൂം അതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കമന്റേറ്റേഴ്സിന്റെ ഒക്കെ കമന്ററി ഒക്കെ നമുക്ക് ഇങ്ങനെ പഴയ ഒരു ഫോണിൽ കൂടെ ഒക്കെ കേൾക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ നടന്നു പോയത് 52 ഷെപ്പേർഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ അഡ്രസ്സിലോട്ടാണ്. അപ്പോൾ ഈ വീട്ടിലാണ് ബ്രാഡ്മൻ വളർന്നത്. ജനിച്ചത് ഇവിടെയല്ല, പക്ഷേ 2.5 വയസ്സ് തൊട്ട് പിന്നെ ഇവിടെയാണ് വളർന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചിന് സമയമായി. അപ്പം ഞങ്ങൾ നേരെ ഒരു ബ്യൂട്ടിഫുൾ കാഫേയിലോട്ട് പോയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു കാഫേ ആയിരുന്നു. കുറേ ബുക്സും പിന്നെ പുറത്താണെങ്കിൽ ഔട്ട്ഡോർ സീറ്റിംഗ് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഓസ്ട്രേലിയയിലെ കാഫേസ് ഒക്കെ 3 മണിക്ക് അടയ്ക്കും കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് അല്ല, കാഫേസ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നടക്കാനായിട്ടാണ്. ബോറലിന്റെ ഭംഗി കാണണമെങ്കിൽ ഇതിലേക്കൂടെ ചുമ്മാ അങ്ങ് നടക്കണം കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. ചെറിയ ചെറിയ തോടും താറാവും കുറേ പൂക്കളും കിളികളും ഒക്കെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടൊരു ടൗൺ ആണ് ഇത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും മോസ്റ്റ് ഇംഗ്ലീഷ് ലുക്കിംഗ് ടൗൺ എന്ന് പറയുന്നത് ബോറലാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോക്കൽസും പിന്നെ അധികം ബഹളമൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു സ്ഥലമാണ്. ഈ ബോറലിന് ഓരോ സീസണിലും ഓരോ ഭംഗിയാട്ടോ. ഏറ്റവും ബെസ്റ്റ് സ്പ്രിംഗിൽ വരാനാണ്. ഇത് ഞങ്ങൾ ഡിസംബറിൽ പോയിട്ട് പോലും സമ്മർ ആണല്ലോ ഇവിടെ, എന്നിട്ട് പോലും എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അതുപോലെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഓട്ടമാണ്. അപ്പോൾ ഓട്ടം സീസണിൽ ഇല പൊഴിയുന്ന സീസൺ. ആ സമയത്ത് ഈ ഇലകൾക്കൊക്കെ ഒരു റെഡും യെല്ലോവും കളറൊക്കെ ഉള്ള സമയം. പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ കൊണ്ടുപോയി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബോറലായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് ഇഷ്ടമുള്ള പപ്പയ്ക്കും പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്കും ഇതിൽ കൂടുതലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ഉള്ള സ്ഥലം ഇനി വേറെ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോർബറ്റ് ഗാർഡനിലാട്ടോ. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേനും ട്യൂലിപ്പ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ബോറൽ. അത് ഈ കോർബറ്റ് ഗാർഡൻ വെച്ചാൽ നടക്കാറ്. അപ്പോൾ അതൊക്കെയാണ് പപ്പേനെയും അമ്മേനെയും ബോറൽ കാണിക്കാൻ കൊണ്ടുപോയ വിശേഷം.